അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം തൃശൂർ പുങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ, സംവിധായകരായ സിബി മലയിൽ, കമൽ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. എറണാകുളത്തെ ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിൽ നാളെ വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാരം. ലിഡിയ ജേക്കബ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണല്ലോ. നിരവധി ആളുകൾ, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ആളുകൾ ഉണ്ടാകും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ നാളെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. സ്നേഹ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകന് അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങളാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തിയത്. രാവിലെ 9 മണിയോടെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഗായകന് അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം അത് കഴിഞ്ഞ് ഏകദേശം 10:30യോടെയാണ് സംഗീത നാടക അക്കാദമിയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. അവിടെ ആയിരങ്ങളാണ് ഇദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. നിരവധി പ്രമുഖർ എത്തി, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ എത്തി, കലാരംഗത്തെ ഒരുപാട് പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തി. ഒപ്പം ഒരുപാട് ചലച്ചിത്ര രംഗത്തെ ഒരുപാട് പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. നടൻ മമ്മൂട്ടി, മനോജ് കെ ജയൻ, ബിജു മേനോൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി, പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തി. ഒപ്പം ഈ സംഗീത രംഗത്തെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത, അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം സംവിധാനം ചെയ്ത ആളുകൾ, അങ്ങനെ ഒരുപാട് പേർ, സംഗീത മേഖലയിലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാനും ഒരു വിട ചൊല്ലുവാനും അദ്ദേഹം ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സംഗീത സംവിധായകരായ എം ജയചന്ദ്രൻ, ഒപ്പം